ശബരിമല സ്വർണ്ണ കവർച്ചയിൽ രണ്ടാം പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്ന് കാണിച്ചാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം. സ്വർണ്ണ കവർച്ചയിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധിയും ഇന്ന് അവസാനിക്കും. 28-നാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, ഇന്നാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 90 ദിവസം കഴിഞ്ഞതുകൊണ്ട് സ്വാഭാവിക ജാമ്യമാണ് തേടിയാണ് ഇപ്പോൾ മുരാരി ബാബു ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? മുരാരി ബാബു ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം 2 കേസുകളിലെയും പ്രതിയാണ്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളുടെ മോഷണം, ഒപ്പം കട്ടളപ്പാളികളിലെ സ്വർണ്ണപ്പാളികളുടെ മോഷണം, ഈ 2 കേസുകളിലെയും പ്രതി ആയതുകൊണ്ട് തന്നെ ഒരു കേസിൽ ആദ്യം ചാർജ് ചെയ്ത ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട കേസിൽ അദ്ദേഹത്തിന് ജാമ്യത്തിനുള്ള സാധ്യതയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും നേരത്തെ അങ്ങനെ തന്നെ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ രണ്ടാമത്തെ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്നലെ തന്നെ മറ്റൊരു വിധി ഉണ്ടായിരുന്നു. സുപ്രീം കോടതി വരെ എൻ വാസുവിന്റെ ജാമ്യാപേക്ഷ എത്തിയെങ്കിലും സുപ്രീം കോടതിയും നിരസിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം അത്രയധികം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കോടതികൾ ഈ ശബരിമല സ്വർണ്ണപ്പാളി കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ ഏതെല്ലാം കോടതികളിൽ എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ തന്നെ പ്രതി ചേർക്കപ്പെട്ടവർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും ഇവരൊക്കെ തന്നെ കോടതിയിലെത്തുമ്പോൾ ദൈവത്തിന്റെ സ്വത്ത് മോഷ്ടിച്ചവർ അല്ലെങ്കിൽ സ്വത്തിനെ കാവൽ നിൽക്കാൻ ഏൽപ്പിച്ചവർ തന്നെ സ്വത്ത് മോഷ്ടിച്ചിരിക്കുന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ ഇത്തരത്തിൽ ഇവർക്കെതിരെ ഉയരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. കാരണം 2019-ലും 2029-ലും സ്വർണ്ണപ്പാളി വിവാദങ്ങൾ നടക്കുമ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു മുരാരി ബാബു. മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് മാനേജരായിരുന്നു 2019-ൽ. ആ സമയത്ത് ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട ബോർഡിന്റെ മീറ്റിംഗ് സമയത്ത് അത് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തുന്നതിൽ കൃത്യമായ ഒരു പങ്ക് വഹിച്ചത് മുരാരി ബാബു എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. പ്രത്യേക അന്വേഷണ സംഘം കൃത്യമായും മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയെ കോടതിയിൽ എതിർക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ്. അതേസമയം ഇനിയുള്ള ഇവരുടെ അടുത്ത യാത്ര ഹൈക്കോടതിയിലേക്കായിരിക്കും. ഹൈക്കോടതിയും ഈ ജാമ്യാപേക്ഷന്മാർ വിധി പറയുമ്പോൾ അനുകൂലമാകാനുള്ള സാധ്യത വളരെ കുറവാണ്. മാത്രവുമല്ല, ഒരു കേസിൽ മാത്രമാണ് 90 ദിവസം പൂർത്തിയാകുന്നത്. രണ്ടാമത്തെ കേസിലെ 90 ദിവസം ആയിട്ടില്ല. അത്തരത്തിൽ ഒരു കാരണവശാലും ജാമ്യം കിട്ടാതിരിക്കുന്ന തരത്തിൽ തന്നെയാണ് കേസുകൾ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ചാർജ് ചെയ്തിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ ഇനിയിപ്പോൾ അന്വേഷണം പൂർത്തിയാക്കും എന്ന് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘവും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇരു കേസുകളുടെയും അന്വേഷണം വളരെ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് കുറ്റപത്രത്തിലേക്ക് കടക്കും. അങ്ങനെ കുറ്റപത്രം നൽകിക്കഴിഞ്ഞാൽ പിന്നീട് ഇവർക്ക് ജയിലിൽ കിടന്ന് തന്നെ വിചാരണ നേരിടേണ്ടി വരും. അത്തരത്തിൽ ഒരു നീക്കത്തിനാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നീക്കം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം സംബന്ധിച്ച് ഹൈക്കോടതി ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഇതുവരെയായും തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഒരു വീഴ്ചയായി തന്നെ കണക്കാക്കപ്പെടുന്നു. ഏകദേശം 4000-ലധികം ഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ആ കണ്ടെത്തൽ അനുസരിച്ചാണെങ്കിൽ ഇതുവരെയായും തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. തൊണ്ടി മുതൽ കണ്ടെത്താതിരിക്കുന്നത്തോളവും സമയം ഈ പ്രതി ചേർക്കപ്പെട്ടവർക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. 2019-ലും 2024-25-ലും സമാനമായ തരത്തിൽ ഉള്ള ഒരു മോഷണം നടന്നു എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു മോഷണം നടന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ 2-ലധികം പ്രാവശ്യമാണ് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ട് മുരാരി ബാബുവിൽ നിന്നും കൂടുതൽ തെളിവുകൾ ഒന്നും തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ലഭിച്ചിരുന്നില്ല എങ്കിലും അന്വേഷണ സംഘം നിരവധി ആവർത്തി ശബരിമലയിൽ എത്തുകയും സ്വർണ്ണപ്പാളികളുടെ ഈ പരിശോധനകൾ നടത്തുകയും ചെയ്തിരുന്നു. മാത്രവുമല്ല, ഇവർ തയ്യാറാക്കിയ മഹസറുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ പരിശോധിച്ചപ്പോൾ മുരാരി ബാബുവിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള കൃത്യവിലോപം നടന്നിട്ടുള്ളതായി കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ വലിയ തരത്തിൽ എതിർക്കപ്പെടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയാൻ കഴിയുക. അതേസമയം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിനൊപ്പം തന്നെ EDയും അന്വേഷണം തുടരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ED ഇപ്പോൾ സ്വത്ത് കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ ഈ കണ്ടെത്തലുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1 കോടി
കോടിയിലധികം രൂപ വില വരുന്ന സ്വത്ത് കണ്ടെത്തിയിരിക്കുന്നു. ഒപ്പം ഗോവർദ്ധന്റെയും സ്മാർട്ട് ക്രിയേഷൻസിന്റെയും ഓഫീസുകളിലും വീടുകളിലും ഒക്കെ നടത്തിയ പരിശോധനയിൽ നിന്നും സ്വർണം കണ്ടെത്തിയിരിക്കുന്നു. നിലവിൽ ഇനിയുള്ളത് എൻ വാസു, എ പത്മകുമാർ എന്നിവരുടെ സ്വത്ത് കണ്ടെത്തലിലേക്ക് ED സംഘവും കടക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വളരെ താമസിയാതെ തന്നെ ഈ 13 പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ ഉള്ളത്, അല്ലെങ്കിൽ റിമാൻഡിൽ കഴിയുന്നത്. SIT അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ 13 പേരുടെയും അറസ്റ്റ് ED കൂടി രേഖപ്പെടുത്തുന്നതോടുകൂടി തന്നെ കുരുക്ക് കൂടുതൽ മുറുകും. പിന്നീട് ഇവർ ഉടൻ തന്നെ ജാമ്യം കിട്ടാനുള്ള സാധ്യതയില്ല. ഇവർ കൃത്യമായും വീണ്ടും ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ED ഏതെങ്കിലും കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ, ആ കേസുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ജാമ്യം കിട്ടണമെങ്കിൽ 6 മാസം കഴിയേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ED ഇപ്പോഴും കേസ് ചാർജ് ചെയ്തിട്ടില്ല. അവരുടെ അന്വേഷണം തുടരുകയാണ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് EDയുടെ മുന്നോട്ട് പോക്ക്. എന്തായാലും ഈ SIT അല്ലെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്ന അന്വേഷണത്തിൽ നിന്നും വ്യത്യസ്തമായി മാറി നിന്നുകൊണ്ടുള്ള ഒരു അന്വേഷണം, അതായത് ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ, സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നും ശബരിമലയ്ക്ക് ലഭിച്ചിട്ടുള്ള ഈ പ്രത്യേക തരത്തിലുള്ള പാരിതോഷികങ്ങൾ, ഒപ്പം തന്നെ സ്വർണം, അതുമായി ബന്ധപ്പെട്ട സ്പോൺസർമാരുടെ കണക്ക് ലിസ്റ്റ്, ഇവരാരൊക്കെയാണ് എന്നുള്ളത് അറിയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം, ഇതെല്ലാം ED തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലിന് ആരൊക്കെ നീക്കം നടത്തിയിട്ടുണ്ടോ, ഏതെങ്കിലും കമ്പനികൾ നീക്കം നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു വ്യക്തത വരുത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് EDയുടെ അന്വേഷണം ആ നിലയ്ക്ക് നീങ്ങും. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് EDയും പ്രത്യേക അന്വേഷണ സംഘവും നീങ്ങുന്നതിനിടയിലാണ് മുരാരി ബാബുവിന്റെ ജാമ്യ അപേക്ഷ ഇന്ന് ജാമ്യ വിധി പറയുന്നത് ഇന്ന് വിജിലൻസ് കോടതിയിൽ നടക്കുക. എന്തായാലും മുരാരി ബാബുവിന് അനുകൂലമായൊരു നീക്കം വിജിലൻസ് കോടതിയിൽ നിന്നുണ്ടാവില്ല. ഒരു പക്ഷേ സ്വാഭാവികമായും ഈ 90 ദിവസം പൂർത്തിയാക്കിയതുകൊണ്ട് ജാമ്യം കിട്ടിയാൽ തന്നെയും വീണ്ടും ജയിലിൽ തന്നെ കഴിയേണ്ടി വരും. രണ്ടാമത്തെ കേസിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ അതുപോലെ തന്നെ ഇപ്പോൾ മുരാരി ബാബുവിന് അനുകൂലമായ ഒരു വിധി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജാമ്യം ലഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന ഒരു ആദ്യ പ്രതി തന്നെയായിരിക്കും മുരാരി ബാബു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക കേസിൽ സ്വാഭാവിക ജാമ്യം ലഭിച്ചെങ്കിലും മറ്റൊരു കേസിൽ ജയിലിൽ തുടരേണ്ട ഒരു സാഹചര്യം കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യമില്ല. ഇപ്പോൾ മുരാരി ബാബുവിന് ഒരു ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ, സ്വാഭാവിക ജാമ്യം അനുവദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, പുറത്തിറങ്ങാൻ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ ആദ്യമായി പുറത്തിറങ്ങുന്ന ഒരു പ്രതിയായി മുരാരി ബാബു മാറാനുള്ള ഒരു സാധ്യതയിലുള്ളത്. അങ്ങനെയാണ് വേണമെങ്കിൽ പറയാൻ കഴിയും. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ അനുകൂല വിധി ഉണ്ടായെങ്കിലും രണ്ടാമത്തെ കേസിൽ കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അയാൾ ഇപ്പോഴും തുടരുകയാണ്. കാരണം രണ്ടാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമല്ല റിമാൻഡിലുമാണ്. ഈ മുരാരി ബാബുവിനെ സംബന്ധിച്ചിടത്തോളം മുരാരി ബാബുവിന്റെ ആദ്യ കേസിൽ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ തന്നെയും രണ്ടാമത്തെ കേസിലും അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യ അപേക്ഷ നൽകിയാൽ തന്നെയും ജാമ്യത്തിനെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അവരെ എതിർക്കുകയും ചെയ്തു. കൂടുതൽ പേർ കുറ്റത്തിൽ പങ്കെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ട് എന്നൊരു കണ്ടെത്തൽ SITക്കുണ്ട്. ആ മുഴുവൻ ആളുകളെയും കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവർ കസ്റ്റഡിയിൽ വേണം എന്നൊരു കാര്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ സൂക്ഷിക്കേണ്ടി വരും എന്ന ആവശ്യം പ്രത്യേക അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ജാമ്യം എന്നുള്ളത് ഒരിക്കലും നടക്കാത്തൊരു കാര്യമായി മാറപ്പെടും. നിലവിലെ സാഹചര്യത്തിൽ കോടതി, ഏതായാലും വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം 90 ദിവസത്തിന് അനുവദിച്ചാലും രണ്ടാമത്തെ കേസിൽ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത ഏറെ വിരളം എന്ന് തന്നെ പറയാൻ കഴിയും. അതുപോലെ തന്നെ ഇന്നാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. ഈ ഒരു വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കത്തിലേക്കാണോ അന്വേഷണ സംഘം നീങ്ങുന്നത്? അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ റിമാൻഡിലായി കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലാണ്, ചോദ്യം ചെയ്തു വരികയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും തമ്മിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ കാര്യത്തിലാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിരിക്കുന്നത്, എന്തൊക്കെ തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു വ്യക്തത അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ തന്ത്രി കണ്ഠരര് രാജീവരെ കസ്റ്റഡിയിൽ വാങ്ങിക്കൊണ്ടുള്ള ഒരു നീക്കം നടത്തുന്നത്. എത്ര കണ്ട് കണ്ടെത്താൻ കഴിയുമോ ഇടപാടുകൾ അത്രയും കണ്ടെത്തിക്കൊണ്ട് മറ്റാരെങ്കിലും ഈ സാമ്പത്തിക ഇടപാടുകൾ പങ്കാളികളായിട്ടുണ്ടെങ്കിൽ അവരെ കൂടി കണ്ടെത്തുക. എന്നിരുന്നാൽ മാത്രമേ കേസിന്റെ ഒരു നിലനിൽപ്പ് മുന്നോട്ട് പോവുകയുള്ളൂ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുടെ പേരിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ തന്നെ ഈ തന്ത്രി ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അത് 2006 കേവലം ഒരു പരികർമ്മിയായി എത്തിയതിനു ശേഷം ഒരു
പ്രധാന പ്രായോജകനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നു. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ വലിയ തരത്തിൽ ആണ്. ഏകദേശം 30 കോടിയിലധികം രൂപയുടെ സ്വത്ത് തിരുവനന്തപുരത്ത് മാത്രമുണ്ട്. ബംഗളൂരുവിൽ ഫ്ളാറ്റ് ഉണ്ട്. ഇത്തരത്തിൽ സാമ്പത്തികമായി അദ്ദേഹത്തിന് ലാഭമുണ്ടാക്കുന്ന തരത്തിൽ ഏതൊക്കെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് കണ്ടെത്തണമെങ്കിൽ തന്ത്രിയെ കൃത്യമായി ചോദ്യം ചെയ്യണം. അത്തരത്തിലൊരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വാങ്ങിയത്. കസ്റ്റഡി കാലാവധി തീർന്നാൽ വീണ്ടും നീട്ടിച്ചോദിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ്. ശരി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ 2ാം പ്രതിയായ ദേവസ്വം മുൻ അഡ്മിനിസ്ട്രേറ്റർ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. അറസ്റ്റ് ചെയ്ത് 90 ദിവസം പിന്നിട്ടിട്ടും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ലെന്ന് കാണിച്ചാണ് മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷയിലെ പ്രധാന വാദം. സ്വർണ്ണ കവർച്ചയിൽ ജയിലിൽ കഴിയുന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ റിമാൻഡ് കാലാവധിയും ഇന്ന് അവസാനിക്കും. 28-നാണ് തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുക. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.